ഹായ്, അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ജേണിയുടെ കണ്ടിന്യൂഷനാണ് എടുക്കാൻ പോണേ. നമ്മൾ ആക്ച്വലി കുറേ സ്റ്റെപ്സ് നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഇന്നത്തെ വെയിറ്റ് ലോസ് ജേണി വീഡിയോ എടുക്കാമെന്ന്. കാരണം 2 വർഷം മുമ്പ് എടുത്ത ഡ്രസ്സായിരുന്നു അത്. ഇതെനിക്ക് കൊള്ളുണ്ടായിരുന്നില്ല. ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ വെയിറ്റ് ലോസ് അത്യാവശ്യമായപ്പോൾ, അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽ കുറഞ്ഞപ്പോൾ, പിന്നെ ഉറക്കം കറക്റ്റാക്കിയപ്പോൾ, മുഖത്തൊക്കെ ഉണ്ടായിരുന്ന ചെറുതായിട്ടുള്ളൊരു ഡാർക്ക്നെസ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അതിന് സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഹെൽത്തി ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും വർക്കൊക്കെ നോർമലാകുമ്പോൾ ഇതൊക്കെ നോർമലായിട്ട് വരുന്നുണ്ട്. ബെറ്റർ ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് പഴയ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ നടത്തിയ മാറ്റങ്ങൾ ഒന്നുകൂടിയും പറയാണ്. ബേസിക്കലി നമ്മളൊരു മോർണിംഗും ഈവനിങ്ങും വാക്കിംഗ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുന്ന എത്രയാച്ചാൽ പറ്റുന്ന പോലെ ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 2 വീക്സ് ആകുമ്പോൾ പതുക്കെ കൂട്ടിയിട്ട് വരിക. ഇപ്പോൾ നമ്മൾ വാക്കിംഗ് മാത്രം എക്സസൈസ് ചെയ്താൽ ആ ഒരു മസിലുകൾ മാത്രമാണ് എഫക്റ്റ് വരുള്ളൂ. അപ്പോൾ ബാക്കി മസിൽസിന് അവിടേക്കൊക്കെ ഫാറ്റ് ഡെപ്പോസിഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ മസിലുകൾക്കും എക്സസൈസ് കിട്ടുന്ന പോലെ നമുക്ക് യോഗ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സൂംബ ഡാൻസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് ഇന്ന മസിലിന് സെപ്പറേറ്റ് എക്സസൈസ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ കാർഡിയോ എക്സസൈസുകൾ ഇതിൻ്റെ ഒപ്പം കുറച്ച് ചെയ്യണം, നല്ലതാണ്. അപ്പോൾ ഒന്ന് വേർക്കണതും അതുപോലെ തന്നെ നമുക്ക് കിതയ്ക്കണതും ഒക്കെ നല്ലതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് ഒരു കാലറി ചാർട്ട് തയ്യാറാക്കുക, ഹെൽത്തി ഡയറ്റ് തയ്യാറാക്കുക. അപ്പോൾ ഓരോ ദിവസവും എത്ര കാലറി വരുന്നുണ്ടെന്ന് നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ നമുക്ക് ഓരോന്നിൻ്റെയും കാലറി അറിയാം. അപ്പോൾ നമ്മൾ തന്നെ എന്തൊക്കെയാണ് കഴിക്കണേ, അതിൻ്റെ കാലറി എത്രയാണ് വരുന്നതെന്ന് ആഡ് ചെയ്ത് നോക്കി എത്ര കാലറി ടോട്ടൽ വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത്ര കാലറിയുടെ അണ്ടറിൽ നമ്മൾ ഡയറ്റ് എന്നൊന്നും വിചാരിക്കേണ്ട. ഒരു 200 കാലറി നമ്മുടെ സാധാ ഡയറ്റിൽ നിന്ന് ഒരു 200 കാലറി കുറച്ച് കഴിക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് എന്താണ് കുറയ്ക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് നിങ്ങൾക്കൊരു ഡയറ്റ് ഉണ്ടാക്കുക. അതിൽ നോക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവണം, ഫ്രൂട്ട്സ് ഉണ്ടാവണം, വെജിറ്റബിൾസ് ഉണ്ടാവണം, അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള സാധനങ്ങൾ ഉണ്ടാവണം. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ കാലറീസ് കുറയുമ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് കുറയും. അപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് ഈ കോഴിമുട്ട പോലത്തെ സാധനങ്ങൾ, അതുപോലെ തന്നെ മീറ്റ് ഐറ്റംസ്, ഫിഷ് ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ഓർക്കണം. ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ അതിൽ റെസ്ട്രിക്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ കിഡ്നി പ്രോബ്ലം, ലിവർ പ്രോബ്ലം, അതുപോലെ ഹാർട്ട് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസ് വരും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഡോക്ടറുടെ ഇത് അനുസരിച്ചിട്ട് എത്ര വാട്ടറാണ് പറഞ്ഞോണേ അതനുസരിച്ച് മാത്രം കഴിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ രാത്രിത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പറ്റാത്ത ആൾക്കാർക്ക് ഒരു 7 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ 6:30-ക്ക് മുമ്പോ ഫുഡ് കഴിക്കാൻ നോക്കുക. അതും ലൈറ്റായിട്ട് കഴിക്കാൻ നോക്കുക. അപ്പോൾ കുറച്ച് ഗുണങ്ങളുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒന്ന്, ഈ വെയിറ്റ് ലോസിനെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് നന്നാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് അതുപോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നൈറ്റ് 10 PM to 4 AM ഉള്ള സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയത്ത് കിടക്കാൻ നോക്കുക, ആ സമയത്ത് ഉറക്കം കിട്ടാൻ നോക്കുക. അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുക. ഇടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുക്കാൻ നോക്കുക. നമുക്ക് സ്ട്രെസ് ലെവൽ കൂടി പറ്റില്ല എന്ന് തോന്നിയിട്ട് ബ്രേക്ക് എടുക്കാണ്ടിരിക്കരുത്. ബ്രേക്ക് എടുക്കുക, ഒന്ന് എൻജോയ് ചെയ്യുക, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ സമയത്ത് പല ആൾക്കാരും മറക്കണ സംഭവമാണ്. അപ്പോൾ ആ ഒരു സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഉറക്കം 6 to 8 hours ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നൈറ്റ് നമ്മൾ പറഞ്ഞല്ലോ 10 PM to 4 AM ഉള്ള സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത്ര വീഡിയോസിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇടയ്ക്ക് ചീറ്റ് ഡേ എടുക്കുന്നത് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓരോരോ വീഡിയോയിൽ വെയിറ്റ് ലോസ് ജേർണി എന്ന് പറഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് ഈ വീഡിയോയിൽ ഒന്നും കൂടി പറഞ്ഞതാണ്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കാണുക. അതുപോലെ തന്നെ കൂടുതൽ ഇതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഓരോ വീഡിയോകൾ സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ.